Tigers Vision. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ കുടുംബത്തോടൊപ്പമുള്ള ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാടും വീടും ഒക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ വീടല്ല, നമ്മുടെ അമ്മയുടെ നാടും ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോകുന്ന കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീനുക്കുട്ടി ഞാനിതാ റെഡിയായി ഇറങ്ങി, ചേട്ടനോട് നിൽപ്പുണ്ട്, ഇനി അച്ഛനും അമ്മയും കൂടെ വരണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനും മീനുക്കുട്ടിയും കൂടെ അവിടെ നിന്ന് ചെറിയൊരു ഫോട്ടോസ് ഒക്കെ എടുത്തതാണ് കേട്ടോ. വീഡിയോയിൽ കൂടെ കാണുമ്പോൾ നമ്മളിവിടെ എന്തൊരു ഭംഗിയല്ലേ, കാടാണെങ്കിലും പച്ചപ്പല്ലേ, പച്ചപ്പിന്റെ ഒരു ഇതാണ് അത്. പച്ചപ്പ്. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്, റബ്ബർ തോട്ടമാണ്, എന്നാലും ഒരു പച്ചപ്പുണ്ടല്ലോ. ഫുള്ള് പച്ച, നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. നമ്മളവിടെ ചൂടധികമില്ല. കൂട്ടുകാരൻ്റെ ആട്ടയിലാണ് നമ്മൾ പോയതല്ലേ. അപ്പൊ നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പോകുന്നതെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വലിയമല എന്ന് പറഞ്ഞാൽ നമ്മുടെ ISR ഉണ്ടല്ലോ, തിരുവനന്തപുരം വലിയമല ISR അവിടെ നിന്ന് ആ 16-ാം കല്ല് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഇറങ്ങി പോകുന്ന ഒരു തടം. ഈ തടം നമ്മൾ ഇത് നേരത്തെ അങ്ങനെ തടമായിട്ടൊന്നും ഇല്ലായിരുന്നു, നടവഴിയായിരുന്നു. അത് ഇപ്പോഴും പക്ഷേ ടാറൊക്കെ ഇട്ടു, നല്ല ഒരു മീഡിയം ലെവലിലുള്ള ഒരു റോഡ് തന്നെയാണ്. ഈ റോഡ് ഈ റോഡ് ഇങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്കുള്ള വയല് വാരം വയലെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു സൈഡ് വയലും രണ്ട് സൈഡും വയല് തന്നെയാണ്, തോട് വയല് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞു. ഇവിടെയൊക്കെയാണ് നേരത്തെ ഞാനും അച്ഛനും അനിയനും കൂടെയൊക്കെ ഒരുപാട് ഇതിന് കുളിക്കാനും ഇതിനൊക്കെ വന്നിട്ടുള്ള തോടൊക്കെ ആയത്. തനി എന്താ പറയാ, നാട്ടും പ്രദേശമാണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് വികസനം ഉണ്ടായി, ഒരുപാട് കഴിഞ്ഞിട്ട് അങ്ങനെ തേരി പോകണം കേട്ടോ. ഇവിടെ നിന്ന് തേരിയാണ്, ഈ തേരി കയറി പോയി ഒരു കൂറ്റം തേരി. ഈ തേരി ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് നേരത്തെ വൃത്തി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ റോഡ് ഒലിപ്പ് വന്ന കാരണം അങ്ങനെ പോയി. അപ്പൊ വണ്ടി ചെറുതായിട്ട് ഒയിന്നു പോവുകയും ചെയ്തു. ഞാൻ തന്നെ പേടിച്ചു പോയി. ഈ തേരി നേരത്തെ തേരി ഉണ്ടായിരുന്നു, എന്നാലും നേരത്തെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കയറി വരുമായിരുന്നു. ഇതിപ്പോ റോഡ് കൊളാറ്റി കിടക്കണോണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. എന്താ സ്ഥലത്തിന്റെ പേര്? ഇത് പേരില. നാടാണ്. അതെ, പേരില എന്ന് പറയുന്നത്. അത് എന്തോ ഒരു സ്ഥലപ്പേരുണ്ട്, കറക്റ്റ് പറയുമ്പോഴത്തേക്ക് പേരിലാണ് ഏരിയ. ഇപ്പൊ നമ്മള് മാമന്റെ വണ്ടി ഇവിടെ കിടക്കുകയാണല്ലേ. ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളൂ കേട്ടോ, വഴി ഇല്ല, വണ്ടിയൊന്നും പോകത്തില്ല. റോഡില് പെരടം മുട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന് നടക്കാൻ ഭയങ്കര ഇറക്കമുള്ള. ഞങ്ങൾ ഈ ഒരു വീടിന്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പൊ അച്ഛൻ ഞങ്ങളോട് പറയുന്നുണ്ട് വീഡിയോ എടുത്ത് വരുന്നേക്കൊള്ളാം, താഴെ കുഴിയിൽ 2 കൂടെ പോവല്ലെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും നമ്മളെ വീഡിയോ ഇട്. അവരങ്ങ് മുമ്പേ പോയി. ഇന്ന് അച്ഛൻ പക്കാ സപ്പോർട്ടായിരുന്നു. അച്ഛനാണ് പറഞ്ഞത് എല്ലാം ഏതാണ്ട് ഇത് കാണുന്നതൊക്കെ എടുത്തോണ്ട് വാ എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പോകുമ്പോ ആ വനത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ ഞാൻ എന്റെ വാവച്ചിയും കൂട്ടി ഇങ്ങനെ പോവേണ്. വനം എന്ന് പറയുമ്പോ അതന്നെ, വനം തന്നെയാണ്, വനം പോലെ തന്നെയാണ് അത് കിടക്കുന്നത്. പക്ഷെ ഇതിപ്പോ കുറവാണ് ഇങ്ങനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പ് ഇതേപോലെ നിലനിർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഈ തടികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പച്ചപ്പും കാര്യങ്ങളും ഇതേപോലെ ഒന്നും ആരും ഇട്ടേക്കത്തില്ല. പക്ഷെ ഇത് എന്ന് പറയുമ്പോ അവര് ആ തടികളെല്ലാം അങ്ങനെ നിർത്തുന്നുണ്ട്. പോകുന്ന വഴിക്ക് കണ്ടോ നമ്മള് ഇൻഡോർ പ്ലാന്റ് ഒക്കെ തന്നെ ഇപ്പൊ ഉണ്ട് കേട്ടോ. പച്ച പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ പുഴുതോണ്ട് പോയി ഒരു കവറിൽ നട്ട് റോഡ് സൈഡിൽ എവിടെയെങ്കിലും വെച്ച് 50 രൂപയ്ക്കെങ്കിലും കൊടുക്കാൻ കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ ഒത്തിരി ഉണ്ട്. ഇതേ കഴിഞ്ഞ് ഇത് തടിയൊന്നും അവര് മുറിക്കത്തില്ല കേട്ടോ. ഇവിടെയുള്ള തടികളോ ഒന്നും അവര് മുറിക്കാറില്ല. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളിതാ ഇപ്പൊ ചെന്ന് കേറാൻ പോകുന്ന വീടെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മേരെ കുടുംബ വീടാണ്. അമ്മ ജനിച്ച് വളർന്ന കുടുംബം, അമ്മയുടെ സ്വന്തം നാട്, അമ്മയുടെ സ്വന്തം വീട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അമ്മച്ചിയെ കാണാനായിട്ട് പോവേണേ, മീനുക്കുട്ടിയുടെ ഷെയറായിട്ടൊക്കെ പോയി. എന്നാലും നമ്മൾ കുടുംബ വീടാണല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ ജനിച്ച് വളർന്ന വീടാണ്. അമ്മയും പിന്നെ അമ്മയുടെ ചേച്ചിയും 2 സഹോദരങ്ങള് 4 പേര് അവര് ജനിച്ചു വളർന്ന വീടാണ്. അപ്പൊ നമ്മള് വീട്ടിലോട്ടാണ് കയറുന്നത്. ഇതിലിപ്പോ മാമൻ ചെറിയ വീടിന്റെ ഫ്രണ്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. പഴയ ഒരു വീടാണ്, മണ്ണ് കൊണ്ട് കെട്ടിയ പഴയ ഒരു വീടാണ്, പഴയ മോഡലാണ് കേട്ടോ. ഈ ഫ്രണ്ട് വൃത്തിയാക്കിയത് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 25 കൊല്ലത്തോളമായി. വീടിന് 10-50 വർഷത്തെ പഴക്കമുണ്ടോ? അതെ, 50 കൊല്ലത്തിൽ കൂടുതലുള്ള പഴക്കമുണ്ട്. അതെ, എന്നാലും ആ വീട് അത് അങ്ങനെ തന്നെ അതൊരു പൊളിക്കാതെ ടോപ്പ് ഷീറ്റൊക്കെ അടിച്ചത് അങ്ങനെ തന്നെ നിർത്തുന്നുണ്ട്.
അത് മാമൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതൊരു ഓർമ്മയാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നിർത്തുന്നതാണ്. ഞാൻ ഇവിടെ വന്ന ഉടനെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചോട്ടോ. കട്ടൻ ചായയൊക്കെ കുടിച്ച ശേഷം മീനുകുട്ടി അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോ അവൻ എന്താ പറയാ, നമ്മുടെ ഭയങ്കര ദേഷ്യത്തിൽ നിന്നതാണ് കേട്ടോ. മീന് പോയി സോപ്പിട്ട് അവന് എന്താ പറയാ ഇണക്കിയെടുത്ത് നോക്കിയപ്പോ ഭയങ്കര കമ്പനി. മീനുകുട്ടി ഏത് പട്ടിയുടെ അടുത്താലും പെട്ടെന്ന് കമ്പനി ആയിക്കോളൂ. അത് ഇനി എത്ര ദേഷ്യത്തോടെ നിന്ന പട്ടിയാണെങ്കിലും പോയി ഒന്ന് സോപ്പിട്ട് അങ്ങ് നിന്നോളും കേട്ടോ. അപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു അത്ഭുതം കാഴ്ച. നമ്മള് ഇൻഡോർ പ്ലാന്റ് കാണിച്ചു തന്നെ. അതെ, അച്ഛനാണ് കാണിച്ചത്. ഒരു മരത്തിൽ കൂടെ ചുറ്റി അങ്ങ് മേലില് പോയിട്ട് മേലിൽ നിന്ന് താഴെറ്റം വരെ വീട്ടിന്റെ ബാക്കിൽ വന്ന് കിടക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ വള്ളി എങ്ങനെ പൊടിച്ച് അങ്ങ് കിടക്കുക. അടിപൊളി ഒരു സെറ്റ് ഏർപ്പാടായിരുന്നു. എത്ര കൊല്ലം കൊണ്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ആ വള്ളി അത്രയും അങ്ങനെ വണ്ണിച്ച് അത്രയും ഇതേപോലെ മുറ്റി കിടക്കത്തില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടെ പെരിടത്തിന്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണാന്ന് പറഞ്ഞിറങ്ങി. ഇതിന്റെ ഇടയിൽ നമ്മളൊരു ചക്ക അടത്ത് കേട്ടാ. അത് നമ്മൾ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എന്ന് ഇതും കൊണ്ട് പോയി എടുക്കാനൊക്കെ പാട് കാരണം എടുക്കാൻ പറ്റിയില്ല, ഫോണ് പോവും. അതുകൊണ്ട് അപ്പൊ നമ്മൾ അതിന് ചക്കയെ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചിട്ടാണ് ഞാനും അച്ഛനും കൂടെ നേരെ പെരിടം ഒക്കെ കാണാന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞ അച്ഛൻ പോയതാണ്. അതെ, അച്ഛൻ പറഞ്ഞു നമുക്ക് രണ്ടു കൂടെ പോയിട്ട് നിനക്കൊരു വീഡിയോ കിട്ടും, നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ മേലോട്ട് പോയി. അപ്പൊ ഈ കാണുന്ന തടികളൊക്കെ കണ്ടോ, ഇതൊക്കെ റബ്ബറുണ്ട്, അക്കേഷ്യ, ആഞ്ഞില്, തേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തടികളുണ്ട്. നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത ഒരുപാട് ടൈപ്പ് തടികളുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിതെല്ലാം പച്ചപ്പാറ്റ് നിറഞ്ഞിരിക്കുന്നത് തടികളൊന്നും അനാവശ്യമായിട്ട് മുറിക്കണ്ട എന്നാണ് മാവന്റെ അഭിപ്രായം. അപ്പൊ അത് ഞാൻ എപ്പോഴാണെങ്കിലും നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിർത്തിക്കുന്നതാണ്. മൊത്തം ചുറ്റി നടന്ന് കണ്ടല്ലേ? അതെ, നമ്മുടെ മേലിൽ പോയി ഫുള്ള് ചുറ്റി നടന്നു. ഞാൻ പോയില്ല കേട്ടോ, എനിക്ക് പേടിയായിരുന്നു. പന്നിയൊക്കെ ഉള്ളതാണ്, പന്നിയുള്ളതാ. നമ്മളെ അമ്മച്ചിയെ കൂടെ കാണാനാണ് വന്നത്. അപ്പൊ അത് നമ്മളെ അമ്മച്ചിയെ നമ്മളങ്ങനെ കാണിക്കുന്നില്ല, അമ്മച്ചിയെ കാണിക്കുന്നില്ല, മാമനെ കാണിക്കുന്നില്ല. മാമി 2 കുട്ടികളുണ്ട്, അവരാരെയും നമ്മൾ കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയല്ലല്ലോ. അതെ, ഇൻഡോർ പ്ലാന്റ് മൊത്തം ഉണ്ട്. നമ്മൾ കാണിക്കുന്നത് വീടും വീട്ടിന്റെ പ്രദേശത്തിന്റെ ബാക്ക് ഭാഗമൊക്കെയാണ് ഈ കാണിക്കുന്നത്. അടുത്ത് ബാക്കിലോട്ടൊന്നും വേറെ വീടൊന്നും ഇല്ലല്ലേ? ഇല്ല, വേറെ വീടൊന്നുമില്ല. നമ്മളത് കഴിഞ്ഞ് തിരിച്ച് താഴെ വന്നു. താഴെ വന്നപ്പോ അടുത്ത ഫ്രണ്ടിൽ കിടക്കുന്നു ലക്കി. പണ്ടേ ഉണ്ട് കേട്ടോ ഇവിടെ. മറ്റേ ആള് പുതിയ ആളാണ്. ഇത് ആള് ഫ്രണ്ടിലും നമ്മളെ പട്ടിക്കുട്ടി ബാക്കിലും കിടക്കുന്നത്. രണ്ടുപേരും നേരെ കണ്ടാ ഭയങ്കര ബഹളമാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ആള് പാവാണ്. ഈ സമയത്ത് ഒരു മഴ പെയ്തല്ലേട്ടാ? അതെ, ചെറിയൊരു മഴ പെയ്തു. കുറെ നാളേക്ക് ശേഷം നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ ചെറുതായിട്ടേ മഴ പെയ്തോളൂ. എന്നാലും അതിനുശേഷം പിന്നെ നല്ല വെയിലൊക്കെ വന്ന് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഇത്തിരി മരച്ചിനി കഴിക്കാം. ഉച്ചക്ക് അവിടുത്തെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മരച്ചിനിയും മുളകും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുളകിന്റെ വീഡിയോ എല്ലാവരും മരച്ചിനി മുളകും കൂടെ കഴിക്കാന്ന് പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ഇരുന്ന ശേഷം പിന്നെ ഞങ്ങള് പുറത്തിറങ്ങി പോവുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ പൊഴുതു മാറ്റി. അത് ഇതുവരെ ഇവിടെ നട്ടില്ല കേട്ടോ. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.